മക്കളെ, ഇന്ന് നമ്മൾ 5ാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. നിങ്ങളുടെ 5ാമത്തെ യൂണിറ്റിൻ്റെ പേരാണ് ബൂന്തോം കാ ഗീത്. അതിൽ നമ്മൾക്ക് പഠിക്കാനുള്ളത്, ഫസ്റ്റായിട്ട് പഠിക്കാനുള്ള ഒരു കഹാനിയാണ്, ഒരു കഥയാണ്. കഥയുടെ പേര് ഏക് ദോ തീൻ, 1 2 3. മുകേഷ് നൗട്ടിയാലാണ് ഈ കഹാനി എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. മേരാ ഘർ സുസവാ നദിക്ക് കിനാരെ ഹേ. നിങ്ങളിവിടെ ഒരു കുട്ടിയെ കാണുന്നില്ലേ? ഈ കുട്ടി പറയാണ്, എൻ്റെ വീട് സുസവാ നദിയുടെ തീരത്താണ്. മേരാ പറഞ്ഞാൽ എൻ്റെ, ഘർ വീട്, സുസവാ നദിക്ക്, സുസവാ നദി പറഞ്ഞാൽ സുസവാ നദി തന്നെ, നദിയുടെ കിനാരെ പറഞ്ഞാൽ തീരം. അപ്പൊ എന്താ പറഞ്ഞത്? എൻ്റെ വീട് സുസവാ നദിയുടെ തീരത്താണ്. വഹീം അവിടെ, ജൽമുർഗിയോങ്ക, ജൽമുർഗി പറഞ്ഞാൽ കുളക്കോഴികൾ. എന്താണ് ജൽമുർഗി? കുളക്കോഴികൾ. ജൽമുർഗിയോങ്ക, കുളക്കോഴികളുടെ, ഏക്ക് പരിവാർ, ഏക്ക് പറഞ്ഞ ഒന്ന്, പരിവാർ പറഞ്ഞ കുടുംബം. അപ്പൊ എന്താണ്? ഒരു കുടുംബം. ഏക്ക് പരിവാർ, ഒരു കുടുംബം. ബി പറഞ്ഞ കൂടി, രഹ്താഹെ താമസിക്കുന്നുണ്ട്. അപ്പൊ എന്താണ്? വഹീം അവിടെ ജൽമുർഗികളുടെ ഒരു കുടുംബം കൂടി താമസിക്കുന്നുണ്ട്. രഹ്താഹെ താമസിക്കുന്നുണ്ട്. അപ്പൊ എവിടെയാണ് ജൽമുർഗികളുടെ ഒരു കുടുംബം താമസിക്കുന്നത്? സുസവാ നദിയിൽ, അല്ലേ? സുസവാ നദിയുടെ തീരത്താണ് ഈ കുട്ടിയുടെ വീട്. ആജ് സുബഹ ജൽമുർഗി കെ ചൂസെ മേരെ ഘർ മേ ഘുസ് ആയേ. ആജ് സുബഹ്, ആജ് പറഞ്ഞ ഇന്ന്, സുബഹ് രാവിലെ, ആജ് സുബഹ് ഇന്ന് രാവിലെ, ജൽമുർഗിക്ക് കുളക്കോഴികളുടെ, ചൂസെ കുഞ്ഞുങ്ങൾ, മേരെ ഘർമേം എൻ്റെ വീട്ടിൽ, ഗുസ് ആയെ പ്രവേശിച്ചു. ഇന്ന് രാവിലെ കുളക്കോഴികളുടെ കുഞ്ഞുങ്ങൾ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നു. ബാഹർ ദോ ജൽമുർഗിയാം, ബാഹർ പുറത്ത്, ദോ രണ്ട്, ജൽമുർഗിയാം കുളക്കോഴികൾ, സോർ സേ ഉച്ചത്തിൽ, സോർ സേ പറഞ്ഞ ഉച്ചത്തിൽ, ചിച്ചിയാരഹിതി ശബ്ദമുണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ചിച്ചിയാന പറഞ്ഞ ശബ്ദമുണ്ടാക്കുക, കുളക്കോഴികളുടെ ശബ്ദം, കുളക്കോഴികൾ അവരുടേതായിട്ടുള്ള അങ്ങനെ ശബ്ദം ഉണ്ടാക്കൂലേ, അതിനെയാണ് ചിച്ചിയാരഹിതി എന്ന് പറഞ്ഞത്. അപ്പൊ എന്താണ്? ബാഹർ ദോ ജൽമുർഗിയാം, പുറത്ത് 2 കുളക്കോഴികൾ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കിക്കൊണ്ടേയിരുന്നു. मैंने दीवार की ओट में एक बिलौटा देखा. मैंने ഞാൻ, ദീവാർ കി ഓട്ട് മേം ചുമരിൻ്റെ മറവിൽ, ദീവാർ പറഞ്ഞ ചുമര്, ചുമരിൻ്റെ ഓട്ടുമേ മറവിൽ, ചുമരിൻ്റെ മറവിൽ, ഏക്ക് ബിലൗട്ടാ ദേക്ക ഒരു പൂച്ചക്കുഞ്ഞിനെ കണ്ടു. ബിലോട്ട പറഞ്ഞ പൂച്ചക്കുഞ്ഞ്, ഒരു പൂച്ചക്കുഞ്ഞിനെ കണ്ടു. മുझे देखकर ബിലൗട്ടാ ഭാഗ് ഗയാ. മുझे എന്നെ, ദേഖ്കർ കണ്ടിട്ട്, ബിലൗട്ട പൂച്ചക്കുഞ്ഞ്, ഭാഗ് ഗയ ഓടിപ്പോയി.
എന്നെ കണ്ടിട്ട് പൂച്ചക്കുഞ്ഞ് ഓടിപ്പോയി. അപ്പം അത്രയും നേരം ഈ കുട്ടി എന്താ വിചാരിച്ചത്? പൂച്ചക്കുഞ്ഞിനെ കണ്ടിട്ടാണ് ആ ജലമുർഗികൾ കരയുന്നത് എന്നാണ് വിചാരിച്ചത് അല്ലേ? ലേക്കിൻ പക്ഷേ ജൽമുർഗിയാം ഷോർ മജാത്തി രഹി, പക്ഷേ കുളക്കോഴികൾ ശബ്ദമുണ്ടാക്കിക്കൊണ്ടേയിരുന്നു. അവരിങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക, കരയുന്നത് പോലെ അങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. മേനെ ബീത്തർ ജാക്കർ ദേക്ക, അപ്പൊ ഈ കുട്ടി എന്ത് ചെയ്തു? ബീത്തർ, മേനെ പറഞ്ഞ ഞാൻ, ബീത്തർ അകത്ത്, ജാക്കർ പോയിട്ട്, ദേക്ക നോക്കി, ഞാൻ അകത്ത് പോയി നോക്കി. ഏക്ക് ചൂസ ഫർഷ് പർദ, അപ്പൊ നോക്കിയപ്പോഴെന്താ കണ്ടത്? ഒരു കുട്ടി. എന്തിന്റെ കുട്ടിയാണ്? കുളക്കോഴിക്കുട്ടിയിലെ ഒരു കുളക്കോഴിക്കുട്ടി ഫർഷ് പർദ, ഫർഷ് പറഞ്ഞ തറ, നിലത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഒന്ന് നോക്കിയ സമയത്ത് നിലത്ത് നിൽക്കുന്നു ഇതാക്കണമെന്ന്, ആ റൂമിൽ കയറിയിട്ട് നിലത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഫർഷ് പറഞ്ഞ നിലം, തറയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ദൂസര സോഫയ്ക്ക് നീച്ചെ, രണ്ടാമത്തേത് എവിടെയാണുള്ളത്? ദൂസര രണ്ടാമത്തേത്, സോഫയ്ക്ക് നീച്ചെ, രണ്ടാമത്തെ ആളെ എവിടെയാ പോയിരിക്കണത്? സോഫേന്റെ അടിയിൽ, കണ്ടോ? സോഫേന്റെ അടിയിൽ പോയിരിക്കുകയാണ്. സോഫയ്ക്ക് നീച്ചെ, നീച്ചെ പറഞ്ഞ താഴെ, സോഫയ്ക്ക് നീച്ചെ സോഫയ്ക്ക് താഴെ, സോഫയ്ക്കടിയിൽ. മേനെ ഉനേം ഉൻകെ മാം ബാപ്പ് കെ ഹവാലെ കർ ദിയ, മേനെ ഞാൻ, ഉനേം അവരെ, ഇവരെ രണ്ടുപേരെയാണ് ഉനേം പറഞ്ഞത്, അവരെ, ഉൻകെ മാം ബാപ്പ് കെ, ഉൻകെ അവരുടെ, ഉൻകെ അവരുടെ, മാം ബാപ്പ് കെ അച്ഛൻ്റെയും അമ്മയുടെയും, ഹവാലെ കർ ദിയ, ഹവാല പറഞ്ഞ ഏൽപ്പിക്കുക, അച്ഛൻ്റെയും അമ്മയുടെയും കൈവശം ഏൽപ്പിച്ചു. ഈ കുട്ടി എന്താ ചെയ്തത്? ഈ കുളക്കോഴി കുഞ്ഞുങ്ങളെ അതിൻ്റെ അച്ഛനെയും അമ്മയെയും ഏൽപ്പിച്ചു. പർ ജൽമുർഗിയാം ഷോർ മജാത്തി രഹി, പക്ഷേ കുളക്കോഴികൾ ബഹളമുണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ഈ കുട്ടി 2 കുളക്കോഴി കുഞ്ഞുങ്ങളെ അവരുടെ അരികിൽ എത്തിച്ചതാണല്ലേ, എന്നിട്ട് അവരെന്ത് ചെയ്യാണ്? ബഹളമുണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ഷോർ മച്ചാത്തി രഹി, ബഹളമുണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ഷോർ പറഞ്ഞ ബഹളം, മച്ചാന പറഞ്ഞാല് അങ്ങനെ ശബ്ദം അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക, ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ഏക്ക് മച്ചർ ബിൻ ബിനാരഹാദ, ഏക്ക് മച്ചർ ഒരു കൊതുക്, മച്ചർ പറഞ്ഞ കൊതുക്, ഒരു കൊതുക്, ബിൻ ബിനാരഹാദ മൂളിപ്പറക്കുന്നുണ്ടായിരുന്നു. ഒരു കൊതുക് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? മൂളിപ്പറക്കുന്നുണ്ടായിരുന്നു. കണ്ട കൊതുകിനെ? കൊതുക് ഇങ്ങനെ മൂളിപ്പറക്കാണ്. ഉസ്സേ ബഗാനെ കേലിയെ, ഉസ്സേ അതിനെ, അതിനെ ബഗാനെ കേലിയെ ഓടിക്കാൻ വേണ്ടി, ഉസ്സേ ബഗാനെ കേലിയെ അതിനെ ഓടിക്കാൻ വേണ്ടി, മേനെ താലി പീട്ടി ഞാൻ കൈയടിച്ചു, അതിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൈയടിച്ചു, താലി പീട്ടി കൈയടിച്ചു. आवाज सुनकर पलंग के नीचे छुपा चूसा तेजी से बाहर भागा. ആവാസ് പറഞ്ഞ ശബ്ദം, സുനിക്കർ കേട്ടിട്ട്, പലങ്ക് കെ കട്ടിലിന്റെ, നീച്ചെ താഴെ, ചുപ്പ ഒളിച്ചു നിൽക്കുന്ന, ചുപ്പ പറഞ്ഞ ഒളിച്ചു നിൽക്കുക, ചുപ്പ ഒളിച്ചു നിൽക്കുന്ന, ചൂസ കുളക്കോഴിക്കുഞ്ഞ്, തേസീസെ വേഗത്തിൽ, ബാഹർ പുറത്തേക്ക്, ബാഗ ഓടി, പുറത്തേക്ക് ഓടി. അപ്പൊ എന്താ ഉണ്ടായത്? ആവാസ് സുൻകർ ശബ്ദം കേട്ടിട്ട്, പലങ്ക് കെ നീച്ചെ കട്ടിലിനു താഴെ ഒളിച്ചു നിന്നിരുന്ന, ചൂസ കുളക്കോഴിക്കുഞ്ഞ്, തേസീസെ സ്പീഡിൽ, ബാഹർ ബാഗ പുറത്തേക്ക് ഓടി. പർ ജലമുർഗിയാം ഡട്ടി രഹി, എന്നിട്ടും ജലമുർഗികൾ ശബ്ദമുണ്ടാക്കിക്കൊണ്ടേയിരുന്നു. മേനെ ഹാർ ജഗ ഗോജ, ഞാൻ
ഹർ ജഗ എല്ലാ സ്ഥലങ്ങളിലും ഗോജ അന്വേഷിച്ചു. बाथरूम में दो चूसे पानी में गिर रहे थे. ബാത്റൂമിൽ ദോ ചൂസെ രണ്ട് കോഴിക്കുഞ്ഞുങ്ങൾ പാനിമേ വെള്ളത്തിൽ ഗേൽ രഹതെ കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലായിടത്തും നോക്കിയ സമയത്ത് എവിടെയാണുള്ളത്? ബാത്റൂമില് രണ്ട് കുളക്കോഴി കുഞ്ഞുങ്ങൾ വെള്ളത്തിൽ കളിക്കുന്നു. മേനെ ഉനേം പക്കട ഞാൻ അതിനെ പിടിച്ചു. ഞാൻ ഉനേം അവരെ ആ രണ്ട് കോഴിക്കുഞ്ഞുങ്ങളെ ഞാൻ പിടിച്ചു. അവർ ബരാന്തയമേ ചോട് ദിയ എന്നിട്ട് ബരാന്തയിൽ കൊണ്ടുചെന്ന് വിട്ടു. ബരാന്തയമേ ചോട് ദിയ ബരാന്തയിൽ കൊണ്ടുചെന്ന് വിട്ടു. ജൽ മുർഗിയോംനെ ഏക് നസർ അപ്പനെ ചൂസോങ്കോ ദേക്കാം. കുളക്കോഴികൾ ഒരു നോട്ടം അപ്പനെ ചൂസോങ്കോ ദേക്കാം സ്വന്തം അപ്പനെ പറഞ്ഞ സ്വന്തം കുഞ്ഞുങ്ങളെ നോക്കി. കുളക്കോഴികൾ എന്ത് ചെയ്തു? സ്വന്തം കുഞ്ഞുങ്ങൾക്ക് നേരെ നോക്കി. ഫിർ നദിക്ക് തരഫ് ദൗഡ് പടി. ഫിർ പിന്നീട് നദിക്ക് തരഫ് നദിക്ക് നേരെ ദൗഡ് പടി ഓടിപ്പോയി. ദൗഡന പറഞ്ഞ ഓടുക. നദിക്ക് നേരെ ഓടി. പാഞ്ചോം ചൂസേ ബി ഉൻകെ പീച്ചെ പീച്ചെ ചലേ ജാ രഹേ ഥേ. പാഞ്ചോം ചൂസേ ബി 5 കുളക്കോഴി കുഞ്ഞുങ്ങളും കൂടി ഉൻകെ പീച്ചെ പീച്ചെ അവരുടെ പിന്നാലെ ചലേ ജാ രഹേ ഥേ പോകുന്നുണ്ടായിരുന്നു. ഉസ് ദിൻ മേനെ ജാനാ കി ആ ദിവസം ഞാൻ അറിഞ്ഞു. എന്താണ് അറിഞ്ഞത്? ജൽമുർഗിയോ കോ ബി ഗിനത്തി ആത്തി ഹെ. ജലമുർഗികൾക്കും എണ്ണാൻ അറിയാം. ആ ദിവസം ഈ കുട്ടി അറിഞ്ഞ കാര്യം എന്താണ്? ജലമുർഗികൾക്കും എണ്ണാൻ അറിയാം എന്ന് ഞാൻ അറിഞ്ഞു എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ കഥയിലുള്ള ഈ കുട്ടി പറയുന്നത് അല്ലേ? അപ്പം അതാണ് നമ്മുടെ കഥ. എല്ലാവരും ഫുള്ളായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പഠിക്കണം. അർത്ഥങ്ങൾ പഠിക്കണം. വായന നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ.